എപ്പിസോഡ് ഓപ്പണിംഗ് സീനിൽ നമ്മുടെ നെസ്കോ അവളാണെങ്കിൽ ഭയങ്കരമായിട്ട് ടയർഡായി ആ ബോക്സിൽ നിന്ന് പുറത്തേക്ക് വരും. അവൾ കണ്ണൊക്കെ തിരുമി മുൻപോട്ടേക്ക് നോക്കും. അവിടെ ഒരുപാട് നേരമായിട്ട് കാത്തിരിക്കുകയാണ് നമ്മുടെ ചെമ്പമുടിയൻ ചെക്കൻ. അവനാണെങ്കിൽ അവളെ കാണേണ്ട താമസം പ്രണയപരവശനായിട്ട് അങ്ങനെ അവളുടെ അടുത്തേക്ക് വരും. ഹായ് നെസ്കോ, സത്യത്തിൽ നിന്റെ ഇത്രയും സുന്ദരിയായിട്ടുള്ള ഒരു പെൺകുട്ടിയെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഞാനൊരു പെൺകുട്ടിയുടെ മുഖത്ത് പോലും ഇതുവരെ നോക്കിയിട്ടില്ല. പക്ഷെ നിന്റെ മുഖം കാണുമ്പോൾ എനിക്ക് ഒന്നല്ല രണ്ടല്ല ഒരുപാട് വട്ടം നോക്കാൻ തോന്നുകയാണ്. ചെമ്പമുടിയൻ പറയുന്നത് കേട്ട് അവൾക്കാണെങ്കിൽ കുറച്ച് പേടിയോ ആവും. ആണെങ്കിൽ അവളുടെ പിന്നാലെ നടന്ന് പാട്ടൊക്കെ പാടി അവളെ കറക്കിയെടുക്കാൻ ശ്രമിക്കുകയാണ്. കാര്യം കൈവിട്ട് പോയെന്ന് മനസ്സിലാക്കിയ നമ്മുടെ പെങ്കൊച്ചാണെങ്കിൽ ഉഷാറായിട്ട് ചാടി ഓടി ടാൻസറോട് അടുത്തേക്ക് വരും. ടാൻസറോ അവളെ സേഫ് ആക്കി പിടിച്ച് ചെമ്പമുടിയനോട് ദേഷ്യപ്പെട്ട് ചോദിക്കും, നിനക്ക് എന്തു പറ്റി, വട്ടാണോ? അതിനവൻ പറയും, എനിക്ക് വട്ടൊന്നുമല്ല. അവളുടെ സൗന്ദര്യത്തെ ആസ്വദിച്ച് പുകഴ്ത്തുമായിരുന്നു. മാത്രമല്ല ടാൻസറോ ഇന്ന് നിന്നെ കാണാൻ സുന്ദരനായിട്ടുണ്ട്. ചെമ്പമുടിയന്റെ ഒലിപ്പേര് കാണുമ്പോൾ തന്നെ ഹീറോയ്ക്ക് സംഗതി പിടികിട്ടും. അതിനുശേഷം 3 പേരും ഹാപ്പി ആയിട്ട് ആ റൂമിന് ചുറ്റും ഇപ്പൊ ഓടിക്കളിച്ച് നടക്കുകയാണ്. അവിടുന്ന് അങ്ങനെ ക്യാമറ സൂം ഔട്ട് ചെയ്ത ഇവിടെ നമ്മുടെ പന്നിത്തലയൻ അവനാണെങ്കിൽ ആരോടും മിണ്ടാതെ വിഷാദനായി ദൂരേക്ക് നോക്കിയിരിക്കുകയാണ്. ആ ഗ്രാൻമയ്ക്കാണെങ്കിൽ കാര്യം പിടികിട്ടും. ആ ഗ്രാൻമ അവന്റെ അടുത്ത് വന്നിരുന്ന് പറയും, നിനക്ക് അവരോട് കൂട്ടുകൂടാൻ പറ്റുന്നില്ലല്ലേ? നീ ആ വലിയ കാട്ടില് ഒറ്റയ്ക്ക് വളർന്നു വന്നതുകൊണ്ടാണ് നിന്റെ മനസ്സും മുരടിച്ചു പോയത്. പക്ഷെ കുഴപ്പമൊന്നുമില്ല, ആ കുട്ടികൾ വളരെ നല്ലവരാണ്. നീയും അവരുടെ കൂടെ സംസാരിച്ച് അവരുടെ കൂടെ കളിച്ച് ഹാപ്പി ആയിട്ട് പോയാൽ നിനക്കും അവരെ പോലെ ആവാൻ പറ്റും. നിന്റെ മനസ്സിലെ വിഷമങ്ങളും ഒറ്റപ്പെടലും അതൊക്കെ മാറുമെന്ന് പറയും. ഗ്രാൻമ അത് പറയുന്നത് കേൾക്കുമ്പോൾ പന്നിത്തലേന് ആ ഗ്രാൻമയെ കുറച്ച് ഇഷ്ടമൊക്കെ ആവും. അതിനുശേഷം നമ്മുടെ ആൾക്കാരോട് സംസാരിക്കാൻ അവൻ ഡോറൊക്കെ വലിച്ചു തുറന്ന് അങ്ങനെ ചാടി അകത്തേക്ക് വന്ന് അവന്റെ തല വെച്ച് ഇപ്പൊ ഹീറോയുടെ ചന്തിക്ക് ഒരു ഒറ്റ ഇട്ടി. ഹീറോ തെറിച്ചു പോയി വീഴും. അതിനുശേഷം ഷോക്കായിട്ട് അവനോട് ചോദിക്കും, നിനക്ക് എന്താ കുഴപ്പം? നീ എന്തിനാ എന്നെ ഒന്ന് ഇടിച്ചേ? പന്നിത്തലനാണെങ്കിൽ പ്രത്യേകിച്ച് ഒന്നും പറയാതെ ഇപ്പോ ഹീറോയുടെ പിന്നാലെ ഓടുകയാണ്. അതിനുശേഷം അവര് 4 പേരും ഇപ്പൊ ഹാപ്പി ആയിട്ട് ഓടിക്കളിക്കും. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ഡോക്ടർ വീണ്ടും അവിടേക്ക് തിരികെ എത്തി നമ്മുടെ ആൾക്കാരെ എല്ലാവരെയും ചെക്ക് ചെയ്യും. നിങ്ങളിപ്പോ ഓക്കെയാണ്, നിങ്ങൾക്കിനി പഴയതുപോലെ നിങ്ങളുടെ മിഷൻസ് ഒക്കെ ഏറ്റെടുക്കാം. അത് കേൾക്കുമ്പോൾ എല്ലാവർക്കും സന്തോഷം. പക്ഷെ പന്നിത്തലേന് മാത്രം അത്ര സന്തോഷം തോന്നില്ല. അടുത്ത നിമിഷം ഹീറോയുടെ കാക്ക അവന്റെ അടുത്തേക്ക് പറന്നു വരും. നിന്റെ നെക്സ്റ്റ് മിഷൻ അത് ഓൾറെഡി സെറ്റ് ആയിരിക്കുകയാണ്. നീ എത്രയും വേഗം നോർത്ത് ഈസ്റ്റിലേക്ക് പോകണം. ആ ഒരു ഭാഗത്തേക്ക് പോയ ഡീമൺ സ്ലേയേഴ്സ് ആരും ഇതുവരെ ജീവനോടുകൂടെ തിരികെ വന്നിട്ടില്ല. അതുകൊണ്ട് ഈ ഒരു മിഷൻ നിങ്ങൾ 3 പേരും ഒന്നിച്ച് വേണം ചെയ്യാൻ. അത് കേൾക്കുമ്പോൾ ചെമ്പമുടിയനും പന്നിത്തലയനും ഭയങ്കര സന്തോഷം. അങ്ങനെ അവര് മിഷന് പോകാനായിട്ട് ഡ്രസ്സും ബാഗൊക്കെ പാക്ക് ചെയ്ത് പുറത്തേക്ക് ഇറങ്ങുകയാണ്. ആ ഗ്രാൻമയാണെങ്കിൽ ഒരു കല്ലും ഒരു ബോക്സും തമ്മിൽ ഉരയ്ക്കാനായിട്ട് തുടങ്ങും. അത് കണ്ട പന്നിത്തലയന് കൺട്രോൾ പോവും. നിങ്ങൾ എന്തായി ചെയ്യണേ? ഞങ്ങളെ കൊല്ലാൻ നോക്കുകയാണെന്ന് ചോദിച്ച് അവരെ അറ്റാക്ക് ചെയ്യാനായിട്ട് വരികയാണ്. ആഞ്ചറോയും ചെമ്പമുടിയനും ഒരു വിധത്തിൽ അവനെ പിടിച്ചു നിർത്തി സമാധാനിപ്പിക്കും. ടാൻസറോ ആണെങ്കിൽ ഒരു വിധത്തില് എന്തിനാണ് ആ ഗ്രാൻമ അങ്ങനെ ചെയ്തതെന്ന് അവന് പറഞ്ഞു മനസ്സിലാക്കും. ആ ഗ്രാൻമ അവരെ 3 പേരെയും ചേർത്ത് നിർത്തി ഒരുപാട് സ്നേഹത്തില്, ആക്ച്വലി നിങ്ങൾ 3 പേരും ഭയങ്കര ഭാഗ്യവാന്മാരാണ്. ഒരുപാട് പേരുടെ ജീവൻ രക്ഷിക്കാൻ നിങ്ങളെ കൊണ്ടാവും. അധികം ആർക്കും തന്നെ ഡീമൺ സ്ലേയേഴ്സ് ആവാൻ കഴിയില്ല. നിങ്ങൾക്ക് അത്രയും വലിയൊരു ഓപ്പർച്യൂണിറ്റി അത് കിട്ടി. നിങ്ങളത് നന്നായിട്ട് ഉപയോഗിക്കണം എന്ന് പറഞ്ഞ് നമ്മുടെ ആൾക്കാരെ 3 പേരെയും ഇപ്പൊ പറഞ്ഞയക്കും. അങ്ങനെ ഗ്രാൻമയുടെ യാത്രയൊക്കെ പറഞ്ഞ് അവരുടെ അടുത്ത മിഷന് വേണ്ടി ഉഷാറായിട്ട് ഓടുകയാണ്. ഇപ്പൊ പന്നിത്തലേനും കുറേശ്ശെ അവന്റെ ക്യാരക്ടറിൽ മാറ്റമൊക്കെ വന്നു തുടങ്ങി. സ്നേഹം എന്താണെന്ന് മനസ്സിലാക്കാൻ തുടങ്ങി അവനിപ്പോ മറ്റുള്ളവരെ സ്നേഹിക്കാനും കുറേശ്ശെ പഠിച്ചു വരികയാണ്. പന്നിത്തലേനാണെങ്കിൽ നിർത്താതെ ഒരുപാട് മണ്ട ചോദ്യമൊക്കെ ഹീറോയോട് ചോദിക്കും. അവനെ കൊണ്ട് പറ്റും പോലെ അവനതിന് മറുപടി കൊടുക്കും. പക്ഷേ നിങ്ങൾ കൂടിക്കൂടി വരുമ്പോ വേറെ വഴിയില്ലാതെ ഹീറോ അവൻ മുൻപോട്ടേക്ക് ഓടിപ്പോവും. അവിടുന്ന് അങ്ങനെ സീൻ കട്ട് ചെയ്ത അല്പസമയം കഴിയുമ്പോഴേക്കും നമ്മുടെ ആൾക്കാർ അവരുടെ ഡെസ്റ്റിനേഷനിലേക്ക് എത്തും. ആ ദൂരെ കാണുന്ന മലയുടെ മുകളിലാണ് ഡീമൺസ് ഉള്ളത്. ചെമ്പമുടിയും പറയും, ഇന്ന് മുഴുവൻ നമ്മൾ ട്രാവൽ ചെയ്തു, സോ അല്പനേരം നമുക്ക് റെസ്റ്റ് എടുത്തിട്ട് അവിടേക്ക് പോയാൽ പോരെ. ഹീറോ ആണെങ്കിൽ വണ്ടടിക്കും, നീ എന്തായി പറയണേ? നമ്മളിവിടെ സുഖതാമസത്തിന് വന്നതല്ല, എത്രയും വേഗം നമ്മുടെ മിഷൻ അത് കംപ്ലീറ്റ് ചെയ്യണം. അത് കേട്ട് ചെമ്പമുടിയൻ അവൻ കരയാണ്. പ്ലീസ് ദയവ് ചെയ്ത് എന്നെ അവിടേക്ക് വിളിക്കരുത്. എനിക്ക് ആ കാർഡൊക്കെ കാണുമ്പോൾ തന്നെ ഭയങ്കരമായിട്ട് പേടിയാവുകയാണ്. ഹീറോയും പന്നിത്തലേനും ആണെങ്കിൽ അവനെ നല്ല രീതിയിൽ കൺവിൻസ് ചെയ്യാൻ ശ്രമിക്കും. പക്ഷെ അതൊന്നും കേൾക്കാതെ അവൻ കരഞ്ഞോണ്ടേയിരിക്കും. അപ്പൊ കറക്റ്റ് സമയത്ത് ഹീറോയ്ക്ക് ഒരു ഡിഫറൻറ്റ് സ്മെല്ല് കിട്ടുകയാണ്. ആ സ്മെല്ല് കിട്ടിയ സ്ഥലത്തേക്ക് ഹീറോയും പന്നിത്തലേനും അവർ 2 പേരും ഓടും. അപ്പൊ അവര് കാണും കുറച്ച് ദൂരത്തായിട്ട് ഒരു ഡീമൺ സ്ലെയർ. അവൻ വിളിച്ചു പറയും, പ്ലീസ് ദയവ് ചെയ്ത് എന്നെ രക്ഷിക്ക്. ആ മൗണ്ടെയിനിൽ ഒരുപാട് ഡീമൺസ് ഉണ്ട്, അവറ്റകൾ എന്നെ കൊല്ലും എന്ന് പറയുമ്പോഴേക്കും എന്തോ ഒരു ശക്തി അവനെ ആ മൗണ്ടെയിനിലേക്ക് പിടിച്ചു വലിക്കുകയാണ്. ഹീറോയും പന്നിത്തലേനും ആണെങ്കിൽ പിന്നെ ഒന്നും നോക്കില്ല, ആ മൗണ്ടെയിൻ ലക്ഷ്യമാക്കി ഓടും.
കട്ട് ചെയ്ത ആ മൗണ്ടെയിനിൽ ഒരുപാട് ഡീമൺ സ്ലേയേഴ്സിനെ കൊന്ന് കെട്ടി തൂക്കിയിട്ടിരിക്കുകയാണ്. അവിടെയാണെങ്കിൽ കുറെ ഡീമൺസും ഉണ്ട്. നമ്മുടെ ആൾക്കാരാണെങ്കിൽ ഇപ്പൊ ആ കാട്ടിലേക്ക് വരും. അവിടെയാണെങ്കിൽ ഒരുപാട് ചെലന്തി വല. ഹീറോ ആ പന്നിത്തലേനോട് പറയും, താങ്ക് യു വെരി മച്ച്, നീ എൻ്റെ കൂടെ ഉള്ളതാണ് എനിക്കിപ്പോ വലിയൊരു ആശ്വാസവും സ്ട്രെങ്ത്തും ഒക്കെ. ടാഞ്ചറോ പറയുന്നത് കേൾക്കുമ്പോൾ ഇപ്പൊ പന്നിത്തലേനും ഒരുപാട് സന്തോഷമൊക്കെ തോന്നും. അപ്പോഴായിരിക്കും ടാഞ്ചറോ ദൂരത്തായിട്ട് ഒരാളുടെ കാൽപെരുമാറ്റം കേൾക്കുക. അവൻ ആ ഭാഗത്തേക്ക് ഓടി വരും. അതും അവനെ പോലെ ഒരു ഡീമൺ സ്ലെയർ ആണ്. ടാഞ്ചറോ പറയും, എന്റെ പേര് ടാഞ്ചറോ, ഞാൻ വളരെ റീസെന്റ് ആണ് ഒരു ഡീമൺ സ്ലെയർ ആയി മാറിയത്. എന്റെ റാങ്കിങ് അത് 10 ആണ്. ഇതിനാ ഓപ്പോസിറ്റ് ഉള്ളവൻ, നിന്നെ പോലെ ചോട്ടാ മോട്ട ഡീമൺ സ്ലേയേഴ്സ് ഒന്നും ഇവിടേക്ക് വന്നിട്ട് യാതൊരു കാര്യമില്ല. അവിടെയുള്ള ഡീമൺസ് അത് ഭയങ്കര സ്ട്രോങ് ആണ്. ഒറ്റകളെ ഒന്നും ചെയ്യാൻ നിന്നെ കൊണ്ടാവില്ല എന്ന് പറഞ്ഞ് ഹീറോയെ അവൻ പരിഹസിക്കും. അവനത് പറഞ്ഞു തീരേണ്ട താമസം വീഴാണ് അവന്റെ മുഖത്തൊരു പഞ്ച്. മറ്റാരുമല്ല, നമ്മുടെ പന്നിത്തലയൻ. നിനക്ക് എത്ര ധൈര്യം ഉണ്ടെങ്കിൽ ഞങ്ങളെ കളിയാക്കും. ഞങ്ങളുടെ പവർ എന്താണെന്ന് നിനക്കറിയോ? അതിനാ ഡീമൺ സ്ലെയർ പറയും, ഐ ആം സോറി, ആക്ച്വലി നിങ്ങൾക്കൊരു കാര്യം അറിയോ? ഞാനും എൻ്റെ 9 ഫ്രണ്ട്സുമായിട്ടാണ് ഈ മൗണ്ടനിലേക്ക് വന്നത്. ഞങ്ങൾ മൊത്തം 10 ഡീമൺ സ്ലേയേഴ്സ് ഉണ്ടായിരുന്നു. ഞങ്ങൾ ഇവിടെ എത്തി ആ ഡീമൺസിനെ കാണുന്നതിന് മുൻപ് തന്നെ എന്തോ ഒരു പവർ വന്ന് ഞങ്ങളിൽ പലരെയും കൊന്നൊടുക്കി. അപ്പൊ അവിടുന്ന് അങ്ങനെ സീൻ കട്ട് ചെയ്ത് മറ്റൊരു ഭാഗം കാണിക്കുകയാണ്. അവിടെയാണെങ്കിൽ കുറച്ച് പേര് ഇരിക്കുന്നുണ്ട്. അവിടേക്ക് ഒരു കാക്ക വന്ന് ഇവിടെ പറയും, നമ്മൾ അയച്ച 10 ഡീമൺ സ്ലേയേഴ്സിൽ ഒരുപാട് ഡീമൺ സ്ലേയേഴ്സ് ഇതിനോടകം മരണപ്പെട്ട് കഴിഞ്ഞു. അവർക്ക് ആ ഡീമൺ ആരാണെന്നോ എന്താണെന്നോ പോലും കണ്ടെത്താനായിട്ടില്ല. അത് കേട്ട് അവിടെയുള്ള ഒരാൾ പറയും, അപ്പൊ തീർച്ചയായിട്ടും ആ കാട്ടില് 12 കിസ്കിയിലുള്ള ഏതോ ഒരു ഡീമനുണ്ട്. ഉടനെ ആളാണെങ്കിൽ 2 ഹാഷിറയെ അവിടേക്ക് അയക്കാണ്. ആ ഹാഷിറെ അത് മറ്റാരുമല്ല, നമ്മൾ എപ്പിസോഡിന്റെ തുടക്കത്തിൽ കണ്ട ടിയോട്ടോബിയും ഷിനോബുവും. അവർ രണ്ടുപേരുമാണ് ഇപ്പൊ അവിടേക്ക് പോവാ. അങ്ങനെ സീൻ കട്ട് ചെയ്ത് നമ്മുടെ ചെമ്പമുടിയനെ കാണിക്കും. അവനാണെങ്കിൽ ഒരുപാട് വിഷമത്തിൽ അങ്ങനെ ഇരിക്കുകയാണ്. അവർ രണ്ടുപേരും അവൻ പറഞ്ഞത് കേൾക്കാതെ പോയതിലുള്ള വലിയൊരു സങ്കടത്തിലാണവൻ. അപ്പോഴായിരിക്കും അവന്റെ കുരുവി അവിടേക്ക് വന്ന് അവനോട് എന്തൊക്കെയോ കാര്യങ്ങൾ പറയാനായിട്ട് ശ്രമിക്കുക. പക്ഷെ അവനാണെങ്കിൽ ആ കുരുവി പറയുന്നത് മൈൻഡ് പോലും ചെയ്യില്ല. അതിൽ കൺട്രോൾ പോയ കുരുവിയാണെങ്കിൽ അവന്റെ കൈ ഇപ്പൊ കടിച്ചു പറിക്കും. അതിനവൻ ദേഷ്യപ്പെട്ട് ആ കുരുവിയെ തട്ടി മാറ്റും. നീ ഇത്രയും വൃത്തികെട്ട ഒരു കുരുവിയായിരുന്നോ? ഞാൻ കരുതി നീ പാവം ഒരു പെൺകുരുവിയായിരിക്കുമെന്ന്. ആഞ്ചറോടെ സിസ്റ്റർ ടെസുക്കോയെ കണ്ടുപഠിക്ക്. അവള് എന്തു പാവ, എന്ത് ചുന്ദരിയാണ് അവളെ കാണാൻ. അവനത് പറഞ്ഞപ്പോഴാണ് അവൻ ഒരു സെക്കൻഡ് അവളെ കുറിച്ച് ഓർമ്മ വരിക. അവള് ആ ബോക്സിലാണുള്ളത്. ആ ബോക്സുമായാണ് ടാഞ്ചറോ കാട്ടിലേക്ക് പോയത്. നോ, എന്റെ ചുന്ദരി പെണ്ണിന് അവൾക്കൊരു പോറിൽ പോലും ഏൽക്കാൻ ഞാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞ് അവരിപ്പോ 100-110 ആ കാട്ടിലേക്ക് ഓടും. കട്ട് ചെയ്ത ആ ഡീമൺമാർ അറ്റാക്ക് ചെയ്ത ഡീമൺ സ്ലയേഴ്സ് അവറ്റകൾ ഇപ്പോ ഹീറോയുടെയും കൂട്ടരുടെ അടുത്തേക്ക് വരും. അവറ്റകൾ ഞൊടിയിടയിൽ നമ്മുടെ ആൾക്കാരെ അറ്റാക്ക് ചെയ്യാണ്. പന്നിത്തലേനാണെങ്കിൽ ഒന്നും മനസ്സിലാവില്ല. പന്നിത്തലേൻ ഹീറോയോട് ചോദിക്കും, ജെറോ നീയല്ലേ പറഞ്ഞ് ഡീമൺ സ്ലയേഴ്സ് പരസ്പരം അറ്റാക്ക് ചെയ്യാൻ പാടില്ല എന്ന്, എന്നിട്ട് ഇവറ്റകൾ നമ്മൾ അറ്റാക്ക് ചെയ്യാണ്. ടാഞ്ചറോ ആണെങ്കിൽ പന്നിത്തലേനോട് പറയും, അയ്യോ വേണ്ട, അവർ തിരികെ അറ്റാക്ക് ചെയ്യരുത്, അവർക്കെല്ലാം ജീവനുണ്ട്. ഇവരെ എല്ലാവരെയും ഏതോ ഒരു ഡീമൺ കൺട്രോൾ ചെയ്യാണെന്ന് പറഞ്ഞ് അവരെ അവൻ ശ്രദ്ധിച്ചു നോക്കും. അപ്പോഴായിരിക്കും ഇവിടെ എല്ലാവരുടെയും പുറത്തു നിന്ന് ഡിഫറെന്റ് ആയിട്ടുള്ള എന്തോ ഒരു സ്മെല്ല് ഹീറോയ്ക്ക് കിട്ടുക. ടാഞ്ചറോ ആണെങ്കിൽ അതിലൊരു ഡീമൺ സ്ലെയറിന്റെ പുറകിലുണ്ടായിരുന്ന എന്തോ ഒന്നിൽ ആഞ്ഞു വെട്ടും. വെബ് പോലുള്ള എന്തോ ഒന്ന് ഇപ്പൊ ഡിസ്കണക്ട് ആവുന്നതും അവൻ ബോധം കെട്ട് താഴേക്ക് വീഴുകയാണ്. ടാഞ്ചറോയ്ക്ക് പിടികിട്ടും ഈ വെബ് വെച്ചാണ് ഇവരെ എല്ലാവരെയും ആരോ കൺട്രോൾ ചെയ്യുന്നത്. ആ കാര്യം അവൻ പന്നിത്തലേനോട് പറയും. പന്നിത്തലേൻ പറയും, കുഴപ്പമില്ല, എന്നാ ഇപ്പൊ ശരിയാക്കി തരാമെന്ന് പറഞ്ഞ് അവൻ എടുത്തു ചാടി ഉണ്ടായിരുന്ന ഡീമൺ സ്ലേയേഴ്സിന്റെ എല്ലാം പുറകിലുണ്ടായിരുന്ന ആ വെബുകൾ കട്ട് ചെയ്ത് കളയാണ്. അപ്പോഴാണെങ്കിൽ ടാഞ്ചറോയ്ക്ക് വളരെ ഡീപ്പായിട്ട് ഒരു ഡീമന്റെ സ്മെല്ല് കിട്ടും. അതേസമയം 2 ചിലന്തികള് മറ്റുള്ള വെബ് ഉപയോഗിച്ച് ടാഞ്ചറോയെ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുകയാണ്. ടാഞ്ചറോ ആ വെബ് അങ്ങനെ വെട്ടിയെറിയും. അപ്പം അവൻ കാണും അവന്റെ തൊട്ട് മുൻപിലായി ചിലന്തിയുടെ വെബില് അങ്ങനെ ഹാങ് ചെയ്ത് നിൽക്കുകയാണ് ഒരു വലിയ ഡീമൻ. ആ ഡീമൻ ആണെങ്കിൽ ഇപ്പൊ നമ്മുടെ ആൾക്കാർക്ക് ഒരു വാണിംഗ് കൊടുക്കും, മര്യാദയ്ക്ക് നിങ്ങൾ ഇവിടുന്ന് പോകുന്നതാണ് നിങ്ങൾക്ക് നല്ലത്. ഞാനും എൻ്റെ ഫാമിലിയും വളരെ സമാധാനത്തിലാണ് ഇവിടെ കഴിയുന്നത്. അത് കേട്ട് പന്നിത്തലയൻ അവളെ വെട്ടാനായിട്ട് എടുത്തു ചാടും. പക്ഷേ എന്തോ ഒരു പവർ വന്ന് അവനെ അടിച്ച് താഴെ ഇടുകയാണ്. ഞൊടിയിടയിൽ ആ ഡീമൻ അവിടുന്ന് ഇൻവിസിബിൾ ആവും. ഹീറോ ആണെങ്കിൽ പന്നിത്തലേനോട് പറയും, ഇതല്ല മെയിൻ ഡീമൻ, അത് മറ്റെവിടെയോ ആണ്. നിന്റെ സ്പെഷ്യൽ ടെക്നിക്ക് എന്തെങ്കിലും ഉപയോഗിച്ച് അതിനെ കണ്ടുപിടിക്കാൻ പറ്റുമോ? അതിന് പന്നിത്തലയൻ അവന്റെ സ്ക്വാഡ് 2 നിലത്ത് കുത്തിയിറക്കി ഒരു സ്പെഷ്യൽ ടെക്നിക്ക് അത് ഉപയോഗിക്കുകയാണ്. അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത ആ ഒരു ഡീമൻ അതാണെങ്കിൽ കൈ ഉയർത്തി, ഒരു ഡീമൺ സ്ലെയറിന് പോലും എന്റെ ബൗണ്ടറി കടത്താൻ ഞാൻ അനുവദിക്കില്ല എന്ന് പറയുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു.